ഇത് വാസ്തവത്തിൽ ധൂർത്തപുത്രന്റെ കഥയല്ല, ധൂർത്തനായ ഒരു അപ്പന്റെ കഥയാണ്. സ്നേഹം കൊണ്ട് ധൂർത്തടിച്ചൊരു മനുഷ്യൻ. ആനുപാതികമല്ലാതെ വ്യയം ചെയ്യുന്നതിനാണ് നമ്മൾ ധൂർത്തെന്ന് വിളിക്കുക. ആനുപാതികമല്ലാതെ വ്യയം ചെയ്ത ധൂർത്തടിച്ചൊരു മനുഷ്യന്റെ കഥയാണ് നമ്മളിത് വായിക്കുക. സ്നേഹവും വാത്സല്യവും കൊണ്ട് പിന്നെയും പിന്നെയും ധൂർത്തടിക്കുന്നവൻ. നിങ്ങൾക്കെന്നെ തിരസ്കരിക്കാം, എന്നിട്ടും പിന്നെയും അവൻ സ്നേഹവും വാത്സല്യവുമൊക്കെ ആനുപാതികമല്ലാതെ വ്യയം ചെയ്യുന്നു. ധൂർത്തപുത്രന്റെ കഥ എന്നുള്ള ക്യാപ്ഷൻ മാറ്റുക. ധൂർത്തനായ അപ്പന്റെ കഥയാണിത്. സൺഡേ ക്ലാസ്സിൽ കുട്ടികളോട് ധൂർത്തപുത്രന്റെ ഈ കഥ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു കുട്ടി എണീറ്റിട്ട് ചോദിക്കുന്നു, അപ്പന് മോനോട് ഇത്ര സ്നേഹമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അപ്പൻ മോനെ അന്വേഷിച്ചു പോയില്ല? ഒത്തിരി നാളായിട്ട് ഈ സുവിശേഷ ഭാഗം വായിക്കുന്നെങ്കിലും ഇങ്ങനൊരു ആംഗിൾ അതിനകത്തുള്ളതായിട്ട് ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല. കുട്ടികളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാവാത്തതുകൊണ്ട് നമ്മൾ ഉരുണ്ട് കളിക്കുന്നു. ആ സൂനോദോസ് ഈ സൂനോദോസൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നു. അപ്പോൾ മറ്റൊരു കുട്ടി എണീറ്റിട്ട് പറയുന്നു, അപ്പനും പുത്രനെ നഷ്ടമായിട്ടില്ല, പുത്രന് മാത്രമേ അപ്പനെ നഷ്ടമായിട്ടുള്ളൂ, അതുകൊണ്ടാണ് അപ്പൻ അന്വേഷിച്ചു പോകാത്തത്. മനോഹരമാണിത്. കുഞ്ഞുങ്ങളുടെ അധരങ്ങളിലൂടെ ദൈവം വിജ്ഞാനം സംസാരിക്കുന്നു പറയുന്ന ആ സങ്കീർത്തനം നമ്മളൊന്ന് ഓർമ്മിക്കുക. ഒരു കുട്ടി ചോദിക്കുന്നു, എന്തുകൊണ്ട് അപ്പൻ അന്വേഷിച്ചു പോയില്ല? മറ്റൊരു കുട്ടി പറയുന്നു, അപ്പന് കുട്ടിയെ നഷ്ടമായിട്ടില്ല, കുട്ടിക്ക് മാത്രമേ അപ്പന് നഷ്ടമായിട്ടുള്ളൂ. ഓരോ അപൂർണതകളും ഓരോ തെറ്റുകളിലുമൊക്കെ സംഭവിക്കുന്നത് ഇതുപോലെയാണ്. ദൈവത്തിന് നിങ്ങൾ മിസ് ചെയ്യുന്നില്ല, അവന്റെ സ്നേഹബലത്തിൽ നിങ്ങൾ പുറത്താവുന്നില്ല, അവന്റെ വാത്സല്യത്തിന്റെ ഭവനത്തിൽ നിങ്ങൾ പുറത്താവുന്നില്ല, അവന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പുറത്താവുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ദൈവത്തെ നഷ്ടമാകുന്നു.